കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 10-15 സ്കൂളിൽ നിന്നുള്ള മിടുക്കരായ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു ക്യാമ്പ് നയിക്കുകയായിരുന്നു. അവരെല്ലാം സോക്കോൾഡ് മിടുക്കരാണ്. പക്ഷേ ഈ കുട്ടികളുമായിട്ടുള്ള ഒരു ക്യാമ്പിൽ ഒരു ദിവസം മുഴുവൻ അവരെ ഒബ്സർവ് ചെയ്യുക, അവരുമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. പല കുട്ടികളിലും വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ട ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഡെവലപ്മെൻ്റ് ഒന്നും കുട്ടികളിൽ ഉണ്ടായിട്ടില്ല. വീട്ടുകാരും അത് ശ്രദ്ധിക്കുന്നില്ല, സ്കൂളുകാരും അത് ശ്രദ്ധിക്കുന്നില്ല. പഠിക്കാനുള്ള മികവ് മാത്രം നോക്കുക, അതിൻ്റെ പ്രോഗ്രസ് മാത്രം അളക്കുക, അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുക, സൈൻ ചെയ്യുക. ഇവിടെ നിൽക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസം ഈ കാലഘട്ടത്തിലോ എന്നുള്ളത് വലിയൊരു ദാരിദ്ര്യമാണ്. കുട്ടികളിൽ വളർത്തേണ്ടതായ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെയാണ് അവരെ ഈ ആധുനിക കാലത്ത് വിജയിപ്പിച്ചെടുക്കാൻ കഴിയുക. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുട്ടികളുടെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുകയായിരുന്നു. ഒരു 150ഓളം കുട്ടികളുള്ള ഒരു ക്യാമ്പാണ്. ക്യാമ്പിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളെ വളരെ അടുത്തൊന്ന് ഒബ്സർവ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കാണുന്ന ഒരു കാര്യം, കുട്ടികളുടെ ബേസിക് സ്കിൽസിലും ലീഡർഷിപ്പ് സ്കിൽസിലും ഒന്നും പലപ്പോഴും നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ആരും ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ ഒരു കുഴപ്പം എന്നാണെന്ന് ചോദിച്ചാൽ, നമ്മൾ അവിടെയൊക്കെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനമായൊരു കാര്യം, അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. ഏതൊരു ഗിവൺ സിറ്റുവേഷനിലും ദേ ഹാവ് എ ഹൈ ലെവൽ ഓഫ് കോൺഫിഡൻസ്. അപ്പോൾ ആ കോൺഫിഡൻസ് ഉള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ കമ്മ്യൂണിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവരിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്, കൺസേൺ ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാകുക, അല്ലെങ്കിൽ അവർക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇനിഷ്യേഷൻ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ കുട്ടികളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ ഭാവിയിൽ അവർ വിജയിക്കാൻ വേണ്ട കഴിവുകൾ നമ്മൾ നേരത്തെ പാക്ക് ചെയ്യണം. പലപ്പോഴും നമ്മൾ കുട്ടികളെപ്പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ പഠിത്തത്തെക്കുറിച്ച്, അവരുടെ ഗ്രേഡിനെക്കുറിച്ച്, അവർ പോകാൻ പോകുന്ന മേഖലയെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഇനിയുള്ള കാലത്ത്, പ്രത്യേകിച്ച് ഈ ആധുനിക കാലത്ത്, അത്തരത്തിൽ മാത്രം കുട്ടികളെ പറ്റി ചിന്തിക്കുന്നതും അത്തരത്തിൽ കുട്ടികളെ വിലയിരുത്തുന്നതും വലിയ അപകടമായിരിക്കും. കാരണം നമ്മളൊരു ലോകത്താണ് ജീവിക്കാൻ പോകുന്നത്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് കുട്ടികൾ ഇനിയും ജീവിക്കാൻ പോകുന്നത്. അവിടെ ഒരുപാട് ചലഞ്ചസും ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഇടപെടേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടെ അവരെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ വെൽ പാക്ഡ് ആയിട്ട് മുമ്പോട്ട് വിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇപ്പം ഞാൻ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഓർഗനൈസേഷൻസ് ആയാലും സ്കൂളുകളായാലും പള്ളികളായാലും എല്ലാവരും, കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാവരും തന്നെ അവരുടെ ഒരു സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിൽ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം ഈ സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, അത്തരം കുട്ടികൾ ജീവിതത്തിൽ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. തെറ്റിപ്പോകാനുള്ള സാധ്യതകളും കുറഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവായിരിക്കും. സോഷ്യൽ സ്കില്ല് ഒരു വലിയ ഇൻസുലേഷനാണ്, അല്ലെങ്കിൽ വലിയൊരു ശക്തിയാണ് അവരെ മുമ്പോട്ട് നയിക്കാൻ. അപ്പോൾ ആ സോഷ്യൽ സ്കില്ലിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർക്ക് പുറത്ത്, അവനവനിൽ നിന്ന് പുറത്തും, അതുപോലെ തന്നെ ആ ചെറിയ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തേക്ക് ചെന്ന് പ്രവർത്തിക്കാനുള്ള കഴിവ്, പുതിയ ആൾക്കാരെ പെട്ടെന്ന് പരിചയപ്പെടാനുള്ള കഴിവ്, മനുഷ്യരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ്, അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ളൊരു കഴിവ്, ചോദ്യം ചോദിക്കാനുള്ളൊരു കഴിവ്, എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് സംസാരിക്കാനുള്ള കഴിവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടികളിൽ കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അഡ്വാൻസ്ഡ് രാജ്യങ്ങളിലൊക്കെ വിദ്യാഭ്യാസത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അവർ വളരെ അസർട്ടീവ് പേഴ്സണാലിറ്റീസായിട്ട് മാറുന്നതും അവർക്ക് അവരുടെ അവകാശങ്ങളെ നേടിയെടുക്കാനും അതുപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും അവർക്ക് കഴിയുന്നുണ്ട്. അത് നമ്മൾ ലോകത്തിലെ അഡ്വാൻസ്ഡ് രാജ്യങ്ങളെന്ന് പറയുമ്പോൾ എന്താണ് ഈ അഡ്വാൻസ്ഡ് രാജ്യം? ദ സം ടോട്ടൽ ഓഫ് അഡ്വാൻസ്ഡ് പേഴ്സണാലിറ്റീസ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി കഴിയുമ്പോൾ നമ്മുടെ രാജ്യം അഡ്വാൻസ്ഡ് ആകും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ നല്ല കാര്യങ്ങളും അവരുടെ മികവുകളും അവരുടെ കഴിവുകളും ഒക്കെ അവരെ ബോധ്യപ്പെടുത്തി വളർത്തണം. എങ്കിലേ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. എന്തിനൊക്കെയാണ് അവർക്ക് കുറവുള്ളതെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കത്തില്ല. രണ്ടാമതായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. കമ്മ്യൂണിക്കേഷൻ പൊതുവെ പേരൻസിനും അധ്യാപകർക്കൊന്നും ഇഷ്ടമല്ല. കാരണം ഈ ചോദ്യം ചോദിക്കുകയും എഴുന്നേറ്റൊന്ന് പറയുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യുന്നവരെ നമുക്ക് ഇച്ചിരി പേടിയായതുകൊണ്ട് അധികമൊന്നും സംസാരിക്കാനൊന്നും പിള്ളേരെ പഠിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു കൺവെൻഷണൽ
ചിന്താഗതിയും പലപ്പോഴും അപകടമാണ്. കുട്ടികളെ മിടുക്കരാക്കി വളർത്തുക. അവർ നമ്മളെയും ചോദ്യം ചെയ്യും, അവർ നമ്മളോടും പല കാര്യങ്ങളും പറയും, അവർ നമ്മുടെ നേരെ നേരെ നിന്ന് ഈക്വലായിട്ട് ചർച്ച ചെയ്യും. അതൊക്കെ വേണം. അങ്ങനെയാണ് അവരെ കമ്മ്യൂണിക്കേഷനിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അതുപോലെ വളരെ പ്രധാനമാണ്, ഇത് രണ്ടും ഉണ്ടെങ്കിലേ അവർക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുള്ളൂ. കോൺഫിഡൻസും കമ്മ്യൂണിക്കേഷനും ഇല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവത്തില്ല. കാരണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ അവരിൽ ഒരു സെൽഫ് എസ്റ്റീം ഉയർന്നു നിൽക്കുക, അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടാനും പരിചയപ്പെടാനും ആ ബന്ധം നിലനിർത്താനും ഒക്കെ ഇഷ്ടം വരും. അതുപോലെ അവരിൽ നിന്ന് ചുറ്റുപാടുമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു കൺസേൺ അവർക്കുണ്ടാവുകയും അവിടെയൊക്കെ എന്തെല്ലാം തരത്തിൽ അവരെ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നവർ ചിന്തിക്കുകയും ചെയ്യും. അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു തലമുറയാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടത്. അതാണ് ഒരു സോഷ്യൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇൻസൈറ്റ് മിഷൻ സോഷ്യൽ ലീഡർഷിപ്പിൽ വർക്ക്ഷോപ്പുകളൊക്കെ സ്ഥിരമായിട്ട് നടത്തുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമാണ് നടന്നത്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ ഒരു പ്രോഗ്രാമിലൂടെ ആ കുട്ടികളുടെ ഇത്തരത്തിലുള്ള സ്കില്ലുകളെയൊക്കെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അവിടെ നമ്മൾ കാണുന്നത് ഒരു ബേസിക് സ്കില്ലൊക്കെ ഉള്ള കുട്ടികൾ അത്തരം ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോഴത്തേക്ക് പെട്ടെന്ന് സ്കെയിലപ്പ് ചെയ്ത് അവരൊരു വലിയ പവർഫുള്ളായി മാറുകയും, എന്നാൽ ചില കുട്ടികൾക്ക് അവർക്ക് പുറത്തേക്ക് മുഖത്ത് നോക്കാൻ തന്നെ പേടി, അവർക്ക് മുമ്പോട്ട് വരാൻ പേടി, അവരെക്കുറിച്ച് കൂടുതൽ ഒരുപാടങ്ങ് കോൺഷ്യസ് ആണ്. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങൾ അവർക്ക് ധൈര്യമില്ല. അപ്പോൾ അത്തരം കുട്ടികൾ പുറകോട്ട് ഒളിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ഇത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും പ്രധാനമാണ് അവരുടെ ഇൻ്റർപേഴ്സണൽ സ്കില്ല്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, സോഷ്യൽ സ്കിൽസ് ഇതൊക്കെ വളർത്തുക എന്നുള്ളത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാതൊന്നും ഇനിയുള്ള കാലത്ത് ഒരു കുട്ടിക്കും വിജയിക്കാനായിട്ട് സാധിക്കില്ല. വിജയിക്കുക എന്ന് പറയുമ്പോൾ വെറും ജോലിയിലെ കാര്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ പോലും വിവാഹ ബന്ധങ്ങൾ പോലും തകരുന്നതിൽ ഈ കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് വലിയൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഒരു വൈകാരികമായ ബുദ്ധിശക്തി, ആവശ്യത്തിനുള്ള വൈകാരികത, സാഹചര്യങ്ങളോടൊക്കെ പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവ്, ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ള കഴിവ്, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെയുള്ളൊരു കഴിവ്, ഇതെല്ലാം അസോസിയേറ്റ് ചെയ്ത് ഒരുമിച്ചാണ് വരുന്നത്. ഇത് ഏതെങ്കിലും 1-2 കൊടുക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഇതൊക്കെ വളരെ ആവശ്യമാണ്. എല്ലാ ഓർഗനൈസേഷൻസും ചെറുപ്പക്കാരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ചെറുപ്പക്കാരുടെ ഇന്നത്തെ വാല്യൂവും ചെറുപ്പക്കാരുടെ ഇന്നത്തെ ക്വാളിറ്റിയുമാണ് നാളെ നമ്മുടെ സമൂഹത്തിൻ്റെ ക്വാളിറ്റി എന്നുള്ള കാര്യം മറന്നുപോകാതിരിക്കുക. എല്ലാവരും അതിലേക്ക് ശ്രദ്ധിക്കണം. പേരൻസ് പ്രത്യേകിച്ച്, അധ്യാപകർ പ്രത്യേകിച്ച്. ഈ വീഡിയോ നല്ലതെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇൻസൈറ്റ് മിഷൻ്റെ ഈ ഒരു പ്രവർത്തനം ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഏകദേശം 400ഓളം വീഡിയോ ആകാൻ പോകുന്നു. പക്ഷേ ഇപ്പോഴും സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ ആർക്കും പൊതുവെ താല്പര്യങ്ങളില്ല. പക്ഷേ ഇത് വാല്യുബിൾ ആണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാനോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്യുക. വിഷ് യു ആൾ എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.